നമ്മൾ ഇനി ദേശീയ വാർത്തയിലേക്ക് പോകാം. ദേശീയ വാർത്തകളുമായി രാകേഷ് ചേരുന്നു. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഹരിയാന തെരഞ്ഞെടുപ്പാണ്, ഒപ്പം എന്തൊക്കെ വാർത്തകളാണ് ഇന്ന് ദേശീയ തലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? അശ്വതി, ഗുഡ് മോർണിംഗ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഏതായാലും ആരംഭിച്ചിരിക്കുകയാണ്. കാരണം 1.5 മാസത്തിലധികം നീണ്ട വാശിയേറിയ പ്രചാരണത്തിനൊടുവിലാണ് ഇപ്പോൾ ഹരിയാന പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുന്നത്. 90 മണ്ഡലങ്ങൾ, ഒപ്പം തന്നെ BJPയെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ജമ്മു കശ്മീരിലേതും. ഒപ്പം തന്നെ ഹരിയാനയിലെയും ജമ്മു കശ്മീരിൽ ഇപ്പോൾ 3 ഘട്ടമായി വോട്ടെടുപ്പ് ഏതായാലും അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഹരിയാന ഏതായാലും ഇന്ന് വിധി എഴുതുകയാണ്. ഒറ്റഘട്ടമായി 90 മണ്ഡലങ്ങൾ. ഏതായാലും ഹരിയാനയിൽ BJP ലക്ഷ്യമിടുന്നത് തുടർച്ചയായ 3ാം ഭരണമാണ്. 2014 മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഹരിയാന BJP ആദ്യമായി ഭരിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിലും BJP വിജയിക്കുന്നതാണ് കണ്ടത്. കോൺഗ്രസിനാകട്ടെ തുടർച്ചയായി 15 വർഷം കോൺഗ്രസ് അവിടെ ഭരിച്ചിരുന്നു. 15 വർഷം ഭൂപീന്ദർ സിംഗ് ഹൂഡ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ 2014 ഭരണം പോയി. എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. ഒറ്റ സീറ്റ് പോലും 2019 ഉണ്ടായിരുന്നില്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് 5 സീറ്റുകളിൽ 10ൽ 5 സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചു. അത് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷ വെക്കുന്നത്. ഒപ്പം ഭരണവിരുദ്ധ വികാരം നേട്ടമാകുമെന്ന കണക്കൂട്ടൽ കൂടി കോൺഗ്രസിനുണ്ട്. ഏതായാലും തെലങ്കാനയിലും കർണാടകത്തിലുമൊക്കെ നൽകിയ വാഗ്ദാനങ്ങൾ പോലെ 7 വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പിലേക്ക് നേരിടുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേക ധനസഹായം നൽകുന്ന പദ്ധതി, ഒപ്പം തന്നെ അഗ്നിവീർ അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസ് ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. BJP ആകട്ടെ വികസനമാണ് അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് നടപ്പാക്കിയ വികസന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഈ ജാതി സമവാക്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പ്രചാരണം BJPയുടെ ഭാഗത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജാട്ട് വിഭാഗത്തിന് സ്വാധീനമുള്ള സംസ്ഥാനമാണ് ഹരിയാന. ജാട്ട് ഇതര മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നുകൊണ്ട് ജാട്ടുകളല്ലാത്തവരെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പരീക്ഷണം അവിടെ BJP നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇത്തവണയും അത്തരം നീക്കങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജാതി സമവാക്യങ്ങൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും രാഹുൽ ഗാന്ധി ഫാക്ടർ അടക്കം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. ഗുസ്തി താരങ്ങൾ ഏറെയുള്ള നാടാണ് ഹരിയാന. വിനേഷ് ഫോഗട്ട് അടക്കമുള്ളവർ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നു. അപ്പോൾ ഈ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായ വിഷയം അടക്കം ഹരിയാനയിലെ രാഷ്ട്രീയ വേദിയിൽ പ്രചാരണ വിഷയമായിട്ടുണ്ട്. ഒപ്പം കർഷക പ്രക്ഷോഭം അടക്കമുള്ള വിഷയങ്ങളിൽ ജനങ്ങൾ, വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ജനവിധിയിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസും BJPയും മാത്രമല്ല മറ്റു പാർട്ടികൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ സർക്കാർ ഉണ്ടാക്കുന്നതിൽ BJPക്കൊപ്പം നിന്ന പാർട്ടിയാണ് JJP. 4.5 വർഷക്കാലം അവർ ഈ സർക്കാരിന്റെ ഭാഗമായിരുന്നു. ജാട്ടുകൾക്കിടയിൽ സ്വാധീനമുള്ള JJP, ഒപ്പം തന്നെ INLD തുടങ്ങിയ പാർട്ടികളുടെ പിടിക്കുന്ന വോട്ടുകൾ, ഒപ്പം കോൺഗ്രസുമായി സഖ്യത്തിന് ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയും പിന്നീട് മത്സര രംഗത്ത് സജീവമാവുകയും ചെയ്ത ആം ആദ്മി പാർട്ടി. അപ്പോൾ ഈ കക്ഷികളൊക്കെ പിടിക്കുന്ന വോട്ടുകൾ ഏതായാലും ജനവിധിയിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇപ്പോൾ മനോഹർ ലാൽ ഖട്ടർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയാണ്, ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന 50 സീറ്റുകൾ BJP നേടി അധികാരത്തിൽ വരും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. റൈറ്റ്, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് അതിന്റെ ദിവസമാണ്. ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിനി